ഇവി വെഹിക്കിൾസ് എന്ന് പറയുമ്പോൾ അതിപ്പോൾ കാറായാലും സ്കൂട്ടറായാലും എല്ലാവരുടെയും ഒരു കൺസേൺ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് അവരുടെ മനസ്സിൽ വരുന്നത് റേഞ്ച് ആൻസൈറ്റി ആണ്. അതായത് നമ്മൾ ഇതും കൊണ്ട് ഒരു ലോങ് പോയി കഴിഞ്ഞാൽ ചാർജ് തീർന്നാൽ എന്ത് ചെയ്യും? നമ്മളിപ്പോൾ ഒരു ഡീസൽ അല്ലെങ്കിൽ പെട്രോൾ വാഹനമായിട്ട് നമ്മൾ എവിടെയെങ്കിലും ഒരു ട്രിപ്പോ യാത്രയോ പോയി കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് പമ്പിൽ കയറുക, 500, 1000 അല്ലെങ്കിൽ എത്ര രൂപയ്ക്കാണോ നമുക്ക് ഡീസൽ അടിക്കുക, അടുത്ത ട്രാവൽ കണ്ടിന്യൂ ചെയ്യാം. പക്ഷേ ഇവിയുടെ കേസിൽ നമ്മൾ ഇത്രയും രൂപ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു കാർ അല്ലെങ്കിൽ സ്കൂട്ടർ എടുത്തിട്ട് നമ്മളൊരു യാത്ര പോകുമ്പോൾ ചാർജ് തീർന്നാൽ എന്ത് ചെയ്യും? അതിന് എൻ്റെ ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസുമായിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ ലാസ്റ്റ് ഒരു 1.5 ഇയർ ആയിട്ട് ഓല യൂസ് ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസും ഇപ്പം ഈ ഒരു ടിയാഗോ യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഇപ്പം പൊതുവേ ഒരു 80% ആൾക്കാരും ഒരു EV കൺസിഡർ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അവരുടെ ഡെയിലി കമ്മ്യൂട്ടിങ്ങിനാണ്. അതായത് ഇപ്പോൾ ഓഫീസിൽ പോയിട്ട് വരിക, കോളേജിൽ പോയിട്ട് വരിക, അല്ലെങ്കിൽ ഒരു നിശ്ചിത ഡിസ്റ്റൻസ് ഡെയിലി ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒട്ടുമിക്ക എല്ലാവരും EV പ്രിഫർ ചെയ്യുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെയുള്ളവർ മാത്രമേ EV പ്രിഫർ ചെയ്യാവൂ. അല്ലാതെ വല്ലപ്പോഴും ഒരു യാത്ര പോകാനോ അല്ലെങ്കിൽ വല്ലപ്പോഴും ഒരു ട്രിപ്പ് പോകാനോ വേണ്ടിയിട്ട് ഫ്യൂവലിൻ്റെ ലാഭം നോക്കിയിട്ട് ഒരിക്കലും EVയിൽ പോകരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എനിക്ക് ഒരു ദിവസം 80 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഒരു ചാർജിൽ എനിക്ക് 2 ദിവസം പോയിട്ട് വരാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു റേഞ്ച് ആൻസൈറ്റി എന്നുള്ളൊരു സംഭവമേ വരുന്നില്ല. അടുത്തിന് ഓലയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഇരിക്കുന്ന ഓല S1 Pro ആണ്. അതിന് 195 കമ്പനി അവകാശപ്പെടുന്ന റേഞ്ചെങ്കിലും നമുക്കൊരു നോർമൽ യൂസേജിന് ഒരു 100 കണക്കാക്കിയാൽ മതി. അതിനും എനിക്ക് ഡെയിലി ചാർജ് ചെയ്യണമെന്നുള്ളൊരു ഇതേ ഉള്ളൂ. ഈ പറഞ്ഞൊരു ഫുൾ ചാർജിൽ എനിക്ക് പോയിട്ട് എൻ്റെ ഓലയുടെ കേസിൽ പറയുകയാണെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് ഒരു 100% ഇറങ്ങി കഴിഞ്ഞാൽ ഓഫീസിൽ വന്ന് തിരിച്ചു പോകുമ്പോൾ വീടെത്തുമ്പോൾ എൻ്റെ ഒരു ട്രാഫിക്കും അല്ലാതെ ഓട്ടിച്ചതിൻ്റെ ഒരു ഇതെല്ലാം വെച്ചിട്ട് ഒരു 30, 25 അത്രയൊക്കെ ബാക്കി 40 അടുപ്പിച്ചൊക്കെ നിന്ന ദിവസങ്ങളുണ്ട്. അതായത് ടയർ പ്രഷറൊക്കെ കറക്റ്റ് ചെയ്ത് ഒരു മിനിമൽ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ ബാലൻസ് 40 ഒക്കെ കിട്ടാറുണ്ട്. അപ്പം അതാണ്. പക്ഷേ ഈ ഒരു റേഞ്ച് ആൻസൈറ്റി വരുന്ന എപ്പോഴാന്ന് പറഞ്ഞാൽ ഓക്കെ നമ്മുടെ ഡെയിലി യൂസ് അല്ലാണ്ട് നമ്മൾ നമ്മുടെ വീക്കെൻഡ്സിൽ ഒരു യാത്ര പോകാനോ അല്ലെങ്കിൽ ഇപ്പം എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു സെക്കൻഡറി കാറാണ്. നമുക്കിപ്പോൾ ഒരു ലോങ് ട്രിപ്പ് പോകണമെന്ന് വെച്ചാൽ നമ്മളതിൽ വരണുണ്ട്. പക്ഷെ ചിലവരുടെ അവരുടെ ഒരു പ്രൈമറി കാറായിരിക്കും EV എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഒരു വീക്കെൻഡിൽ ഒരു ട്രിപ്പ് പോകാനോ കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഈ ഒരു റേഞ്ച് ആൻസൈറ്റി, എങ്ങനെ റേഞ്ച് ചാർജ് ചെയ്യും, എന്ത് ചെയ്യും എന്നൊക്കെ ഉള്ളത്. അതായത് നമ്മളിപ്പോൾ ഒരു ചാർജിങ് സ്റ്റേഷൻ, ഒന്നാമത്തെ കേസ് നമുക്ക് ആപ്പ് വഴി, അതായത് ചാർജ് മോഡിന്റെ ആപ്പ് വഴി നമുക്ക് അറിയാൻ പറ്റും ഇപ്പം ആ ചാർജിങ് സ്റ്റേഷനിൽ അവൈലബിൾ പോർട്ട് ഉണ്ടോ, അതോ വേറെ ആരെങ്കിലും ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ. ഈവൻ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവരുടെ എത്ര % ആയെന്ന് വരെ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരു 30 കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു 45 കഴിയുമ്പോൾ തന്നെ ചാർജിങ് സ്റ്റേഷൻ പ്ലാൻ ചെയ്ത് തുടങ്ങണം. അതായത് പ്ലാൻ ചെയ്യണം. കാരണം ചിലപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത് അടുത്ത് ചെല്ലാനടുത്ത് അഥവാ ഫ്രീ സ്ലോട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത് കഴിഞ്ഞിട്ട് അടുത്ത ചാർജിങ് സ്റ്റേഷനിലോട്ട് പോകാനുള്ള റേഞ്ച് ഉണ്ടാവണം വണ്ടിയിൽ, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ എപ്പോഴും ഈ ചെറിയ ഓട്ടത്തിനേക്കാളും എപ്പോഴും വണ്ടി നമ്മൾ ലോങ് റണ്ണ് പോകുമ്പോഴത്തേക്ക് റേഞ്ച് കൂടുതൽ കിട്ടുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ നമുക്കിപ്പോൾ AC ഇട്ട് ഓടാം, AC ഇടാതെ ഓടാം. AC ഇടാതെ ഓടിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ റേഞ്ച് കിട്ടുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അതാണ് ഈ ഒരു ചാർജിങ്ങിന്റെ സെറ്റപ്പ് ഈ ലോങ് കൊണ്ടുപോകുന്നതിനെ പറ്റിയിട്ട്. പിന്നെ ഇപ്പം നമ്മളിപ്പം വാഗമണ്ണ്, മൂന്നാർ അല്ലെങ്കിൽ അങ്ങനെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ റൂം എടുക്കുന്നിടത്ത് തന്നെ ഇപ്പം മിക്കയിടത്തും മറ്റേ പണ്ട് സ്വിമ്മിംഗ് പൂൾ ഫെസിലിറ്റി ഉണ്ട് അല്ലെങ്കിൽ പെറ്റ് ഫ്രണ്ട്ലി ആണ് എന്നൊക്കെ പറയും പോലെ ഇപ്പം ചാർജിങ് ഫെസിലിറ്റീസ് ഒന്ന് അവരുടെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്, അവരുടെ ഫെസിലിറ്റീസിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിപ്പം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വാഗമൺ ട്രിപ്പ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പ്ലാൻ ചെയ്യുവാണെങ്കിൽ എനിക്കിപ്പം വീട്ടിൽ നിന്ന് ഒരു 180 കിലോമീറ്ററാണ് വാഗമണ്ണിലോട്ടുള്ളത്. അപ്പം വീട്ടിൽ നിന്ന് 100% ആയി കഴിഞ്ഞാൽ ഇറങ്ങി ഈ പറഞ്ഞ വാഗമണ്ണ് ഹൈ റേഞ്ച് കയറുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒന്ന് ടോപ്പ് അപ്പ് ചെയ്ത് അതായത് എന്തായാലും നമ്മൾ ഒറ്റ സ്ട്രെച്ചിൽ അത്രയും ദൂരമൊന്നും ഓടിക്കത്തില്ല. എൻ്റെ കേസിൽ ഞാൻ നിർത്തി റിലാക്സ് ചെയ്ത് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം നിർത്തി നമ്മളൊന്ന് ടോപ്പ് അപ്പ് ചെയ്തിട്ട് ഹൈ റേഞ്ച് കയറി നമ്മൾ സ്റ്റേ അടിക്കുന്ന ഹോട്ടലിൽ നൈറ്റ് ഓവർ ടൈം ചാർജ് ചെയ്ത് ഫുൾ ചാർജ് ആയി തിരിച്ചിറങ്ങുന്ന വഴിക്കും ജസ്റ്റ് ഒന്ന് ടോപ്പ് അപ്പ് ചെയ്യുക, വീടെത്തുക, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് ജസ്റ്റ് ആകെപ്പാട രണ്ടിടത്ത് ടോപ്പ് അപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമേ നിർത്തേണ്ട ആവശ്യമുള്ളൂ. എന്തായാലും നമ്മൾ ഇവിടുന്ന് വാഗമൺ വരെ പോകുമ്പോൾ ഒന്നെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ലഞ്ച് അല്ലെങ്കിൽ ഡിന്നർ എന്തെങ്കിലും നമ്മൾ കഴിക്കാൻ എവിടെയെങ്കിലും നിർത്തും, അപ്പോൾ ചാർജ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം ഫാസ്റ്റ് ചാർജിന് കോസ്റ്റ് ഇത്രയും വരും. അതായത് ഇപ്പം 22 രൂപ വെച്ചിട്ട് ഇപ്പം 24 യൂണിറ്റ് എന്ന് പറയുമ്പോൾ 0 to 100 ആവാനാണ്. നമ്മൾ ഒരിക്കലും 0 to 100 ചാർജ് ചെയ്യത്തില്ല. എന്നാൽ പോലും നമുക്കൊരു 500 റേഞ്ചൊക്കെയാണ് നമുക്കൊരു ഫുൾ ചാർജ് ആവാൻ വേണ്ടി സ്പെൻഡ് ആവുന്നത്. പക്ഷേ 500 രൂപ നമ്മൾ സ്പെൻഡ് ചെയ്ത് ഫുൾ ചാർജ് ചെയ്താൽ പോലും, അതായത് ഫാസ്റ്റ് ചാർജ് ചെയ്യുന്നതുകൊണ്ടാണ് അത്രയും രൂപ ആവുന്നത്. നമ്മൾ നോർമൽ ചാർജിങ് ആണെങ്കിൽ
നമുക്കൊരു 250 രൂപ വരുള്ളൂ. ഈ ഒരു ഫാസ്റ്റ് ചാർജിൽ നമ്മൾ 500 രൂപ മുടക്കിയാൽ പോലും നമുക്കൊരു 200ഓളം കിലോമീറ്റർ നമുക്ക് ഓടാൻ പറ്റും. നമ്മളിപ്പോൾ 200ഓളം കിലോമീറ്റർ ഇപ്പോൾ എൻ്റെ വെർണ ഡീസലിലാണ് ഓടുന്നതെങ്കിൽ ഒരു എങ്ങനെ പോയാലും ഒരു 1500-2000 രൂപയോളം ഡീസൽ അടിക്കേണ്ടി വരും. പെട്രോൾ വണ്ടിയാണെങ്കിൽ അതിൽ കൂടുതലാവും. അപ്പം ഈ ഒരു കോഴിക്കോട് നിന്ന് ട്രിവാൻഡ്രം വരെയുള്ള യാത്രയിൽ ഈ 2 ടോപ്പും ഈ ഒരു ഫുൾ ചാർജും കൂടെ ചേർത്ത് മൊത്തത്തിൽ എനിക്കൊരു എന്താ പറയുക, ചാർജിങ് കോസ്റ്റ് വന്നതെന്ന് പറയുമ്പോൾ ഒരു 650-700 ആണ്. 700 ആണ് മാക്സിമം. 700 രൂപയ്ക്കാണ് അവിടെ നിന്ന് ഇവിടം വരെ നമ്മൾ ഓടിയെത്തിയത്. അതും പിന്നെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റിപ്പോയത്, നമുക്ക് വണ്ടി കിട്ടിയപ്പോൾ 100% അല്ലായിരുന്നു, ഒരു 82 ഉള്ളുമായിരുന്നു. അപ്പോൾ അതും 100 ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെനിഫിറ്റ് ആയിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഫുൾ ചാർജ് ലാസ്റ്റ് സെഷനിൽ ചെയ്തതെന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം എൻ്റെ യാത്ര കണക്കാക്കി ചെയ്തേ ഉള്ളൂ. എക്സ്പീരിയൻസ് കൊണ്ട് തന്നെ ഞാനിപ്പോൾ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. എവിടെ വേണമെങ്കിലും പോകാൻ റെഡിയാണ്. നമുക്കൊരു ധൈര്യം വന്നു എവിടെ വേണോ പോകാന്നുള്ള. പിന്നെ ഈ പറഞ്ഞ ചാർജ് മോഡ് ആപ്പ് യൂസ് ചെയ്യാനും, അത് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അതൊന്നും മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ സുഖമാണ്, നമുക്കൊന്നും ടെൻഷൻ അടിക്കാനില്ല. പിന്നെ ഓലയുടെ കേസിൽ ഞാൻ അങ്ങനെ വെളിയിൽ നിന്ന് അധികം ചാർജ് ചെയ്തിട്ടില്ല. ഞാൻ എപ്പോഴും പ്ലാൻഡ് ട്രിപ്പ് മാത്രമേ ഓലയിൽ പോയിട്ടുള്ളൂ. ഓഫീസിൽ വരിക പോവുക, അല്ലെങ്കിൽ സിറ്റിയിൽ വരിക പോവുക, അങ്ങനെയുള്ള പ്ലാൻഡ് ആയിട്ടുള്ള ട്രിപ്പ് മാത്രമേ പോയിട്ടുള്ളൂ. അതുകൊണ്ട് അതിന് എനിക്ക് അങ്ങനെ ഒരു ഇത് എനിക്കറിയത്തില്ല. കാരണം നമുക്ക് സ്കൂട്ടറിൽ ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഓലയുടെ കേസിൽ ഓലയുടെ ഏക ഒരു ഫാസ്റ്റ് ചാർജർ എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രിവാൻഡ്രത്ത് ഒരേ ഒരിടത്തേ ഉള്ളൂ. പിന്നെ വേറൊരു കേസ് ഒരുപാട് പേർക്കുള്ള ഡൗട്ട്, നമ്മളിപ്പോൾ ഇത്രയും ദൂരം യാത്ര ചെയ്ത് പോയിട്ട് വണ്ടി ബാറ്ററി ആയാലും മോട്ടർ ആയാലും ചൂടായിരിക്കും. എന്നിട്ട് ഉടനെ നമുക്ക് ഫാസ്റ്റ് ചാർജ്, കാരണം ഫാസ്റ്റ് ചാർജിങ് എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ ബാറ്ററി ചൂടാവും. ഫാസ്റ്റ് ചാർജ് ചെയ്യാമോ എന്നൊക്കെ ഡൗട്ടുണ്ട്, എനിക്കും ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ടിയാഗോയിലൊക്കെ എന്ന് പറഞ്ഞാൽ, ടിയാഗോ എന്നല്ല, ടാറ്റയിലെ മിക്ക വണ്ടിയും മറ്റു വണ്ടികളും അങ്ങനെ ആയിരിക്കാം, എല്ലാ വണ്ടിയിലും നല്ലൊരു കൂളിംഗ് സിസ്റ്റം, അതായത് റേഡിയേറ്ററും കാര്യങ്ങളും കൂളിംഗ് സിസ്റ്റം എല്ലാം ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ടെൻഷൻ ഇല്ല. നമ്മളത് എപ്പോഴും അങ്ങനെ ചൂട് ഉള്ള, അതായത് വണ്ടി ചൂടായി നിൽക്കുന്ന സമയത്ത് കൊണ്ട് ഫാസ്റ്റ് ചാർജ് ചെയ്യാതിരിക്കുക. നമ്മൾ വല്ലപ്പോഴും ഇതേപോലെ യാത്രയൊക്കെ പോകുമ്പോൾ എമർജൻസി സിറ്റുവേഷനിൽ അങ്ങനെ ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല. വണ്ടിക്ക് കേടെന്ന് പറയാൻ പറ്റത്തില്ല, കാരണം പ്രോപ്പർ കൂളിംഗ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ നോർമലി ഞാനിപ്പം ഓഫീസിൽ പോയിട്ട് വീട്ടിൽ പോയിട്ട് ഉടനെ ചാർജിന് ഇടാറില്ല. അതിപ്പോൾ സ്കൂട്ടർ ആണെങ്കിലും കാറാണെങ്കിലും നമ്മളൊരു 6 മണിക്ക് വീടെത്തുന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്ത് നമ്മളൊരു ഇലക്ട്രിസിറ്റി പീക്ക് ടൈം ഉണ്ടല്ലോ, ഒരു 10 മണി. അപ്പോൾ ആ ഒരു 10 മണിക്ക് ശേഷമൊക്കെയാണ് ഞാൻ ചാർജ് ചെയ്യുന്നത്. പിന്നെ ഈ താരിഫിന് എന്തോ വ്യത്യാസമുണ്ട്. അതായത് ഈ പീക്ക് ആയിട്ട് ആൾക്കാർ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ വണ്ടി ചാർജ് ചെയ്യും, അല്ലെങ്കിൽ അയൺ ബോക്സ് യൂസ് ചെയ്യും. അങ്ങനെയൊക്കെ നമ്മൾ ഓവറായിട്ട് ഇലക്ട്രിസിറ്റി കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ എമൗണ്ട് ഡബിൾ ആവോ, അല്ലെങ്കിൽ ഇത്ര പെർസെൻറ്റേജ് റേറ്റ് കൂടുതലോ, അങ്ങനെ എന്തൊക്കെയുണ്ട്. നമ്മൾ സോളാർ ആണെങ്കിൽ അതൊന്നും ഒരു പ്രശ്നമല്ല. EV എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിലും EV ഉള്ളവരാണ്, ലോങ് ട്രിപ്പ് പോകാൻ ഒരു പേടിയിൽ നിൽക്കുകയാണെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് പോകാം. ചാർജ് മോഡ് ഞാൻ യൂസ് ചെയ്യുന്ന ആപ്പാണ്, അതേപോലെ പല പല ആപ്പുകളുണ്ട്. അപ്പോൾ ആ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പഠിച്ചാൽ മതി. വേറെ അതിൽ റോക്കറ്റ് സയൻസ് ഒന്നുമില്ല. ജസ്റ്റ് നമ്മൾ ഇപ്പോൾ ഒരു ലോങ് ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ, ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമുക്ക് ഒന്നെങ്കിൽ അതിൽ വാലറ്റിൽ പൈസ ആഡ് ചെയ്തിട്ടിരിക്കാം. ഇപ്പോൾ ചാർജ് ചെയ്യുന്നതിനനുസരിച്ച് പൈസ അതിൽ നിന്ന് കുറഞ്ഞുകൊണ്ടിരുന്നോളും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ജിയോ ഒക്കെ ചാർജ് ചെയ്യുന്നത് പോലെ നമുക്ക് സബ്സ്ക്രിപ്ഷൻ ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുള്ള സബ്സ്ക്രിപ്ഷനും ഉണ്ട്, അല്ലാതെ നോർമലും ഉണ്ട്. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ ഇപ്പോൾ 2000 രൂപയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര യൂണിറ്റ് കറണ്ട്, 28 ദിവസത്തിനുള്ളിൽ ഇത്ര യൂണിറ്റ് കറണ്ട് നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ആപ്പിൻ്റെ നമുക്ക് വേണമെങ്കിൽ വേറൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ്. അപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നമുക്ക് ചാർജ് ആൻസൈറ്റിയുടെ ഒരു പ്രശ്നമേ ഇല്ല. നമുക്ക് ഒന്നുമില്ലെങ്കിൽ 2 ദിവസം നമ്മൾ വണ്ടി കൊണ്ടു നടക്കുമ്പോൾ തന്നെ നമുക്കൊരു, അതിപ്പം പെട്രോൾ ഡീസലാണെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം വണ്ടി കൊണ്ടു നടക്കുമ്പോൾ തന്നെ നമുക്കത് മീറ്റർ റീഡിങ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ആവറേജ് കാൽക്കുലേഷൻ ഉണ്ടാവും, നമുക്ക് എത്ര റേഞ്ച് കിട്ടുന്നു, എത്ര മൈലേജ് കിട്ടുന്നു, അത് കണക്കാക്കി പോയാൽ മതിയാവും. അതേപോലെ തന്നെ നമുക്ക് EVയിലും നമ്മൾ 2 ദിവസം കൊണ്ടു നടക്കുമ്പോൾ തന്നെ നമുക്കൊരു ആവറേജ് ഐഡിയ കിട്ടും. ഈ ഒരു യാത്രയിൽ കോഴിക്കോട് മുതൽ ട്രിവാൻഡ്രം വരെ വന്നപ്പം തന്നെ 1 മാസം ഞാൻ ഈ ഒരു വണ്ടി കൊണ്ട് നടന്ന അത്രത്തോളം എനിക്കൊരു എക്സ്പീരിയൻസ് ആയി എന്ന് പറയുമ്പം അങ്ങ് തെളിഞ്ഞു വണ്ടിയിൽ. അപ്പം ഐ ആം ഹാപ്പിയാണ്. വേറെ ടെൻഷനൊന്നുമില്ല. ഒരു ബെസ്റ്റ് ഡീലും ബെസ്റ്റ് ചോയ്സും ആയിട്ട് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ ഇൻഫോർമേറ്റീവായിട്ട് തോന്നിയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കൂടെ രേഖപ്പെടുത്താം. അപ്പം സ്റ്റേ ട്യൂൺഡ് ബൈ ഇറ്റ്സ് മീ മോഹൻ.